Colonel Tia Menon and Mrs. Menon have come. Yay! എന്താണ് ഇത്? നിങ്ങൾ ചീഫ് ഗസ്റ്റ് എന്നൊക്കെ പറയുന്നു, എന്താ സംഭവം? കുട്ടികൾക്കൊക്കെ ബോറടിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ചില എന്റർടൈൻമെന്റ് കലാപരിപാടികൾ. ഹലോ, ഈ കലാപരിപാടികളെന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് ഐറ്റംസ്? ഐറ്റംസ് പാട്ടുകള്, ഗാനങ്ങൾ, പ്രണയഗാനങ്ങൾ, യുഗ്മഗാനങ്ങൾ, സമൂഹ ഗാനങ്ങൾ, സോങ്സ്. മറ്റു കലാപരിപാടികളൊന്നും ഇല്ലെങ്കിലും പാട്ട് വേണം അല്ലേ? പിന്നെ പാട്ട് വേണം. വെരി ഗുഡ്, വെരി ഗുഡ്. ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ് ഈവൻ മുത്തശ്ശനും മുത്തശ്ശിക്കും വരെ പങ്കെടുക്കാം. ഓക്കേ, രണ്ടുപേരും ഒരു ഡ്യുവറ്റ് പാർട്ടി ഡാൻസ് ചെയ്യൂ. Come on. പിന്നെ ബെസ്റ്റ് പെർഫോമർക്ക് ഒരു പ്രൈസ് ഉണ്ട്. അത് മുത്തശ്ശന്റെ മകൻ തന്നെ ആവട്ടെ. ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസ് വേണോ? 1000 rupees വേണം. അത് നീയാണ് നിശ്ചയിക്കുന്നത്. അല്ല, ഞാനൊരു സജഷൻ പറഞ്ഞു. വേണ്ട, രണ്ടുപേരും കൂടി വഴക്കൂടണ്ട. 1000 rupees എങ്കിൽ അതെ, ബോറം പരിപാടിയാണെങ്കിൽ കൂവാലോ, അതിന് ടാക്സ് ഒന്നുമില്ലല്ലോ. അങ്ങനെ തന്നാൽ കഴിയുന്നത് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. മതി. നമുക്ക് തുടങ്ങാം. ആരാണ് ആദ്യമായിട്ട് പാട്ട് പാടാൻ മുന്നോട്ട് വരുന്നത്? ഒരു കേർട്ടൻ റൈസർ പോലെ മോനായുടെ ചെറിയ. അതെ, എന്റെ ഒരു ചെറിയ റൈസർ. പക്ഷെ രവിസാറൻ സഹായിക്കണേ. ഓക്കെ, ആനയെ കാണിച്ചതല്ല മോളെ, ഇനി എലീനെ കാണിക്കാട്ടോ. പൂച്ചകളുടെ ശല്യം സഹിക്കവയ്യാതെ ഒരു പാവമെലി തന്റെ ഇഷ്ടദേവനായ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് മോനായി കാണിക്കുന്നത്. അതെ, ഈ എലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അവസാനം ദേ പൂച്ച എന്ന് പറയുമ്പോ ഈ എലി പേടിക്കും. അപ്പൊ എലിയുടെ മുഖം നമുക്ക് കാണേ. തുടങ്ങാം. റെഡി സാർ? റെഡി. സർവേശ്വരനായ പരമേശ്വരന്റെ പുത്രനെ ഗണപതി ഭഗവാനെ, അവിടെ നീ സാധുവിനെ രക്ഷിക്കണേ. നാട്ടിൽ മാർജാരത്തണ്ടികളുടെ ശല്യം വല്ലാതെ ഇൻക്രീസ് ആയിരിക്കുന്നു. അവിടെ നീ റാസ്കൽസിനെ വാനിഷ് ചെയ്തില്ലെങ്കിൽ അവർക്കെതിരെ എനിക്ക് ക്രൂവലായിട്ടുള്ള റിവെഞ്ച് നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഇനി നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. വരൂ. അല്ല മോനായി, ഇപ്പൊ ഒരു നമ്പർ അവതരിപ്പിച്ചതല്ലേ ഉള്ളൂ. ഇനി നിങ്ങൾ ആരെങ്കിലും ഒരു പാട്ട് പാട്. അതെ, ആരാന്ന് വെച്ചാൽ വേഗം മുന്നോട്ട്. മനസ്സിലായി സാറുമാരുടെ ഐഡിയ. മറ്റേ കാസറ്റിൽ പാടിയ പാട്ട്. എന്താ നിങ്ങൾക്കാർക്കും പാട്ടറിയില്ല? അവരുടെ പാടുന്നു. കഭി കഭി മേരെ ദിൽ മേ ഹിന്ദി പറ്റില്ല. ഇംഗ്ലീഷ് വേണോ? ഇംഗ്ലീഷ് ഒട്ടും പറ്റില്ല. മലയാളം? മലയാളം മാത്രമല്ല, നമ്മൾ ആരും ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള പാട്ടും ആവരുത്. അതെങ്ങനെയാ? ആരും കേട്ടിട്ടില്ലാത്ത പാട്ട്? അതായത് ഉദാഹരണത്തിന്, നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പാട്ടിന്റെ ആദ്യത്തെ 4 വരി രവി പാട്. അതിന്റെ ബാക്കി പാടുന്നവർക്ക് സ്പെഷ്യൽ പ്രൈസ്. ഓക്കെ? എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേ ഇഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ, എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഇതിന്റെ ബാക്കി പാട്. ഈ പാട്ടിന്റെ ബാക്കി അറിയാവുന്നവരാരോ ഈ കൂട്ടത്തിലുണ്ട്? കമോൺ. നല്ല പാട്ട്, ബാക്കിയും കൂടെ പാട് രവി. ബാക്കി ഇവരാരെങ്കിലും പാടട്ടെ മുത്തശ്ശി, അതാണല്ലോ മത്സരം. ഞങ്ങൾ അറിയില്ല. ബാക്കി രവി തന്നെ പാട്. ബാക്കി എനിക്കും അറിയില്ല മുത്തശ്ശ. കള്ളം, പച്ച കള്ളം. ഈ പാട്ട് ഇവരുടെ ഔട്ട് ഹൗസിൽ നിന്ന് ടേപ്പ് റെക്കോർഡറിൽ പ്ലേ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. രവിന്ന് അറിയാം, ചുമ്മാ നമ്പരാ. മറന്നുപോയി. ആണോ? എന്നാ പോയി പഠിച്ചിട്ട് വാ. പഠിച്ചിട്ട് വരാം. ഞാൻ എന്റെ കഴുത്തിൽ കയറ് കെട്ടിയിട്ട് അത് ഞാൻ ഇട്ട് തരാം. എന്നിട്ട് എന്നെ വലിക്കണേ. അപ്പൊ ഞാൻ വരാം. അസൂയ.